രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ UDFും BJPയും വിരളി പിടിച്ച ഒരു നിലപാടാണ് സർക്കാരിനെതിരെ ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പോൾ പ്രചാരവേല ഉൾപ്പെടെ നടത്തി വരുന്നത്. മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന ഈ വ്യാപകമായ പ്രചാരവേല ഇപ്പോൾ തെരുവുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടന്നു വരുന്നത്. പ്രതിപക്ഷ നേതാവ് ഇന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലും ഞങ്ങൾ അതിശക്തിയായി കടന്നാക്രമിക്കും എന്ന് തന്നെയാണ് വിശദീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടികൾ തമ്മിൽ പരസ്പരം ഇതുപോലുള്ള വാക്തർക്കങ്ങളും ചിലപ്പോഴൊക്കെയുള്ള ഏറ്റുമുട്ടലുകളൊക്കെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഭരണകൂട വ്യവസ്ഥയെ, ഭരണഘടനാപരമായ അധികാരാവകാശങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള ഭരണ സംവിധാനത്തെ കടന്നാക്രമിക്കും എന്ന നിലപാട് ജനാധിപത്യത്തിന് നേരെയുള്ള അതിശക്തിയായ കടന്നാക്രമണമാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. CPIMൻ്റെയും DYFI പ്രവർത്തകരെ ആക്രമിക്കുമെന്ന് പ്രസംഗത്തിൽ PD സതീശനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. CPIMൻ്റെയും അതുപോലെ തന്നെ LDFൻ്റെയും പ്രവർത്തകരെ അല്ലെങ്കിൽ DYFIയുടെ പ്രവർത്തകരെ ആക്രമിക്കണം എന്ന ആഹ്വാനം മനസ്സിലാക്കാം. എന്നാൽ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ആണിയടിച്ച പട്ടികയും മുളവടിയും കല്ലും കുപ്പിച്ചില്ലും എല്ലാം വലിച്ചെറിയുന്ന, പോലീസിനെ നേരിട്ട് ആക്രമിക്കുന്ന, അവരുടെ ഷീൽഡ് ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന, ലാത്തികൾ പിടിച്ചു വാങ്ങി അവർക്ക് നേരെ പ്രയോഗിക്കുന്ന, കസ്റ്റഡിയിലെടുത്തവരെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് ഔദ്യോഗിക വാഹനം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റേത് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടിനോട് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള കേരളീയർ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വ്യാപകമായ അക്രമവും കലാപവും നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് ഇന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നാളെയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രകോപനമെന്നെല്ലാം കേരളീയ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. നാളെയാണ് നവകേരള സദസ്സിൻ്റെ തിരുവനന്തപുരത്തെ സമാപനം. ഞാൻ തിരുവനന്തപുരത്തെ സമാപനം എന്ന് പറയും, പിന്നെ വീണ്ടും 1-ാം തീയതിയും 2-ാം തീയതിയും ഈ 2 പരിപാടികൾ 4 മണ്ഡലങ്ങളിലായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനകീയമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന ജനസാന്നിധ്യം എന്തെല്ലാം പ്രചാരവേല നടത്തിയാലും പോലീസിനെ നേരിട്ട് ആക്രമിക്കുന്ന നിലപാട് UDFൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായാലും അതൊന്നും ഇതിന് പകരമാകുന്ന ഒന്നല്ല. സുധാകരനായാലും പ്രതിപക്ഷ നേതാവ് സതീശനായാലും എല്ലാം ഈ ജനകീയ മുന്നേറ്റത്തെ
നവകേരള സദസ്സിലേക്കുള്ള ജനകീയ ഒഴുക്കിനെ പ്രതിരോധിക്കാനാവും ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കൊണ്ട് എന്നാണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ UDF മേൽക്കൈ നേടാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ഇത്തരം കോപ്രായങ്ങളെന്ന് അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും വ്യക്തമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ സംസ്ഥാനത്തിലുടനീളം കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിതി അതൊരു വലിയ നിയമപ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് അതുവഴി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ വലിയ കലാപാഹ്വാനം നൽകിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ പോലീസിൻ്റെ നേരെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം ഈ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് മുഖേന ജയിച്ചു വന്ന സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണെന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുവഴി ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാവുമോ എന്ന ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ കാണിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക മേഖലയിലെ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ നിർവഹിക്കേണ്ടുന്ന നിരവധിയായ സാമ്പത്തിക കാര്യങ്ങളിൽ അത് സാധിക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കേരള ജനത കൃത്യമായിട്ട് ഉത്തരം പറയാൻ തുടങ്ങി. അത് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകേണ്ടുന്ന 57,000 കോടി റുപ്യ കൃത്യമായിട്ട് ഒരു വർഷം തന്നെ തരാതിരിക്കുന്നു എന്നുള്ളതും കടം വാങ്ങാനുള്ള പരിധി വിവിധ പേര് പറഞ്ഞ് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് ഒഴിവാക്കുന്നു എന്നുള്ളതുമാണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആശയ സംവേദനം ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും മാധ്യമങ്ങൾ സൃഷ്ടിച്ച പുകമറയുമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇത്തരം നവകേരള സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഈ സ്വീകരണ പരിപാടി കാണിക്കുന്നത് ഇതിനെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്ന നിലയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യ മാധ്യമങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും കോൺഗ്രസ് കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ KSUക്കാരും കാണിക്കുന്ന ഈ അതിക്രമങ്ങൾ ജനങ്ങളും മാധ്യമങ്ങളുമെല്ലാം എല്ലാ മാധ്യമങ്ങൾക്കും അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറഞ്ഞത് ഇതൊരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണെന്നാണ്. പോലീസിന് നേരെയുള്ള കടന്നാക്രമം ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് യൂത്ത് കോൺഗ്രസിന് നൽകിയിരിക്കുന്നു എന്നാണ് ചില പത്രങ്ങൾ പറഞ്ഞത്. ആ പത്രം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ജനാധിപത്യ ബോധം എത്രത്തോളം അപക്വമാണെന്ന് മാത്രമേ ഞാനിപ്പോഴിതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചു. പത്രത്തിൻ്റെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് പേര് പറയുന്നില്ല. ഏതായാലും അവരുടെ ഈ അപക്വമായ രീതി സത്യം പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് സത്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനം നടക്കുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് കേരളമാണെന്നാണ്.
ആ കേരളത്തിൽ ഇതുപോലെ കൃത്രിമമായ രീതിയിൽ തർക്കമാണ്, പ്രശ്നമാണ്, അടിയാണ് എന്ന് വരുത്താൻ പോലീസിനെ അതിക്രമിക്കുക, അവർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. കലാപമാണ്, സമരമൊന്നുമല്ല. കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. അത് കേരളത്തിൽ നല്ലതുപോലെ ജനങ്ങൾ തിരിച്ചറിയും, ഗവൺമെൻറ് അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസ് ഈ അക്രമം വ്യാപകമാക്കി നടത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പരമ്പര, അതായത് അക്രമത്തിലൂടെയാണ് ഈ കേരളം മുന്നേറുന്നത് എന്ന കാര്യം, അങ്ങനെയുള്ളൊരു പ്രചരണം വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് മാത്രമല്ല, BJPയും അതിൻ്റെ ഒപ്പം തന്നെ ചേർന്നിട്ടാണ്. കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ UDFും BJPയും നടത്തുന്ന പരിശ്രമങ്ങൾ കേരളം ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അവ വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടി, അത് വെച്ച് പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ട് വിഭാഗവും, UDFും അതുപോലെ തന്നെ BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന കാഴ്ചപ്പാട് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തന രീതികളാണ് കേരളത്തിൽ ഈ രണ്ട് വിഭാഗവും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചളിക്കുണ്ടിലേക്കാണ് ഇവർ നീങ്ങി വരുന്നത് എന്ന് പ്രത്യേക വിശദീകരണമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രാമക്ഷേത്രം ഞങ്ങളാണ് നിർമ്മിച്ചത് എന്ന അവകാശവാദം വരെ ഉന്നയിക്കാൻ സെക്യുലർ ഇന്ത്യയുടെ എതിർപ്പ് ഏറ്റുവാങ്ങി ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നവരാണ് BJPയും കോൺഗ്രസും. ഞങ്ങളാണ് തുടക്കമെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ. BJPക്കെതിരായ ഐക്യമുന്നണിക്ക് തയ്യാറായിരുന്നിട്ടും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവയെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയാതിരുന്ന കോൺഗ്രസിൻ്റെ ദുർബലത നാം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോഴെടുക്കേണ്ടുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെയും BJP വിരുദ്ധ രാഷ്ട്രീയത്തെയും ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് നയിക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമാണ് കേരളത്തിൽ പ്രത്യേകമായിട്ടും പൊതുവെ ഇന്ത്യയിലും കോൺഗ്രസിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗവർണർ എല്ലാ പരിധികളെയും ലംഘിക്കുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. സർവകലാശാലയുടെ ചാൻസലർമാരായി ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണരെ നിയമിക്കാനുള്ള ബില്ല് കേരള നിയമസഭ പാസാക്കി അനുമതിക്കായി ഇന്ത്യൻ പ്രസിഡന്റിന് നൽകിയിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോഴൊരു ചെറിയ സംശയം നിങ്ങൾക്കുണ്ടാവും. ഞങ്ങൾ നൽകിയതല്ല, സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നപ്പോൾ ഗവർണർ തന്നെയാണ് പ്രസിഡന്റിൻ്റെ മുമ്പിലേക്ക് ഇതെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ സർവകലാശാല ഭേദഗതി നിയമം ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പരിഗണനയിലിരിക്കെ കേരള ഗവർണർ മുൻപ് നിയമസഭ നൽകിയ അധികാരം വിനിയോഗിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി സർവകലാശാലയുടെ പ്രതിനിധികളെ നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാലക്ക് കത്ത് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നടപടി അങ്ങേയറ്റം പരിഹാസ്യവും അനാവശ്യമായ അധികാര ദുർവിനിയോഗവുമാണ്. കാരണം നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനക്കയച്ച അതേ ഗവർണർ തന്നെ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതുമായ രാഷ്ട്രീയ സമീപനമാണ്. അപ്പോൾ ഗവർണറുടെ ഇത്തരം ഇടപെടലിനെ യഥാർത്ഥത്തിൽ കാണുമ്പോൾ രാഷ്ട്രപതിയെ അപഹസിക്കുന്നതിന് തുല്യമായ ഒരു സമീപനമാണ്.
2 വർഷത്തോളം ബില്ല് അംഗീകാരം നൽകാതെ കൈവശം വെച്ച് അവസാനം സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നപ്പോഴാണ് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിൻ്റെ കയ്യിലേക്ക് അത് മാറ്റി നൽകിയത്. UGC വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് നിശ്ചയിച്ച യോഗ്യത തന്നെയാണ് താൽക്കാലികമായി വൈസ് ചാൻസലറായി നിശ്ചയിക്കുന്നതിനും വേണ്ടത് എന്നതിനാൽ സർവകലാശാലകളിൽ ഭരണസ്തംഭനമെന്ന ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല. ഒരേ തരത്തിൽ തന്നെയാണ് അതെല്ലാം, ആ യോഗ്യത എല്ലാം ഉള്ളത്. ചാൻസലറായി വിദ്യാഭ്യാസ വിശേഷണം വരുന്നതിനുള്ള നിയമമാണ് കേരള അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള സർവകലാശാല ബില്ല്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴും നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചാൻസലറായി ഗവർണർ പ്രവർത്തിക്കുന്നത്. പുതിയ ബില്ല് ചാൻസലറായി വിദ്യാഭ്യാസ വിശേഷണൻ വരുന്നതിനുള്ള നിയമനിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും പ്രസിഡന്റിൻ്റെ മുമ്പിലേക്ക് അയച്ച് പഴയ അധികാരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ജസ്റ്റിസ് കുഞ്ചി കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലും സർവകലാശാല പൂർണ്ണമായ സ്വയംഭരണത്തിലും ഊന്നിയുള്ള നിയമനിർമ്മാണമാണ് കേരള നിയമസഭ നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ UGC വിഭാവനം ചെയ്യുന്നതും ഇതേ നിലപാടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം സുധാകരൻ്റെ പ്രസ്താവനയെ കാണാൻ. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് ഗവർണർമാരെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായാണ് സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് എന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതിപ്പോൾ സെനറ്റിലേക്ക് മാത്രമല്ല, ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലേക്കും ആ തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. അപ്പോൾ ഇതിനെതിരെ ജനാധിപത്യ കേരളം ശക്തിയായ പ്രതിഷേധം നാട്ടിലുടനീളം രൂപപ്പെടുത്തിയിട്ടുണ്ട്. മതനിരപേക്ഷ നിലപാടുകൾ തകർത്ത് സംഘപരിവാറുകൾക്ക് അനുകൂലമായ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന നോമിനേഷനെ സുധാകരൻ പിന്തുണച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നേരത്തെ BJP നേതാക്കളുമായിട്ട് സുധാകരൻ ചർച്ച നടത്തിയിട്ടുള്ള കാര്യം പുറത്തു വന്നതാണ്. ജവഹർലാൽ നെഹ്റുവിനെയും RSSനെയും കൂട്ടിച്ചേർത്ത് നടത്തിയ ശ്രമവും ജനാധിപത്യവാദികളിൽ വലിയ അസ്വസ്ഥത രൂപപ്പെടുത്തിയ രീതിയിൽ അദ്ദേഹം പുറത്തുവിട്ട വാർത്തയായിരുന്നു. BJPയുടെ പാളയത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കം തന്നെയാണ് ആശയതലത്തിൽ സുധാകരൻ നടത്തിയിട്ടുള്ളത്. അല്ലാതെ കേവലമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മാത്രം പ്രശ്നമല്ല. RSSന് അനുകൂലമായിട്ട് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള ഹിന്ദുത്വ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നവരെ മാറ്റുക, അതാണ് സുധാകരൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേപോലെ തന്നെ ഈ കലങ്ങിയ വെള്ളത്തിൽ എങ്ങനെയാണ് മീൻ പിടിക്കുക എന്നുള്ള കാര്യമാണ് സുരേന്ദ്രൻ്റെ പ്രസ്താവന. ഇത്തരത്തിലുള്ള അക്രമ സമരങ്ങളും അതുപോലെ തന്നെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നിലപാടുകളും എല്ലാം ചേർന്ന് കേരളത്തിൽ BJPക്ക് കാര്യമായിട്ട് പറയൊന്നും ചെയ്യാനില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടൊന്നും BJPക്ക് കാര്യങ്ങളൊന്നും നിർവഹിക്കാനാവില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളടക്കം. സംസ്ഥാന സർക്കാരിനെ തന്നെ പിരിച്ചുവിടും, കാലം തികക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അത് അത്ര ഗൗരവത്തിലാരും കാണുന്നില്ല. കാരണം അത് സുരേന്ദ്രൻ്റെ പദപ്രയോഗമായിട്ട് അവസാനിക്കുമെന്നുള്ളതിനപ്പുറത്ത് കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേന്ദ്രത്തിൽ ഭരണമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇടക്കിടയ്ക്ക് ഇതുപോലെ ഈ ഭരണം തുടർന്ന് മുമ്പോട്ടേക്ക് പോവില്ല, ഞങ്ങൾ പിരിച്ചുവിടുമെന്നൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുക എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും കേരള രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ
ഓരോരുത്തരും അവരുടെ തണലിൽ ഒരു ഭാഗത്ത് BJP, വേറൊരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ തന്നെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ KSU കടന്നാക്രമങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി നാശം ഉണ്ടാക്കാനാവുക എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ പ്രകടിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് ഞാനത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചത്. MPമാരെ പുറത്താക്കുന്നതിനെതിരായിട്ട് ഇന്ത്യ സംവിധാനം തന്നെ ഇന്ത്യയിലുടനീളം വലിയ രീതിയിൽ പ്രതിഷേധിക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളിന്ന് ആലോചിച്ചപ്പോൾ വരുന്ന 26-ാം തീയതി, ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ദിവസങ്ങളാണ്, 26-ാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ചും അതുപോലെ തന്നെ കൂട്ടായ്മയും ഈ MPമാർക്കെതിരായിട്ട് നടത്തിയ ഫാസിസ്റ്റ് പ്രവണതയുടെ ഭാഗം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നൂറുകണക്കിന് MPമാരെ പുറത്തു നിർത്തുക, ഇതാണ് ഫാസിസത്തിൻ്റെ ഒരു ഭാഗം. ഇലക്ഷൻ കമ്മീഷണറെ എങ്ങനെ നിശ്ചയിക്കണമെന്ന് തീരുമാനിക്കും, അത് എക്സിക്യൂട്ടീവ് തീരുമാനിക്കും. ജഡ്ജിമാരെ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്, അത് എക്സിക്യൂട്ടീവ് തീരുമാനിക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി തീരുമാനിക്കും ആരാവണം ജഡ്ജിമാർ, ആരാവണം ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ. ഇത് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇതൊക്കെ ഫാസിസത്തിലേക്ക് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ ലോക ഭരണകൂട സംവിധാനങ്ങൾ മെനഞ്ഞ് തയ്യാറാക്കിയിട്ടുള്ള അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഇന്ത്യയിലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ജനാധിപത്യ കേരളം ശക്തിയായിട്ട് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ ഡിസംബർ 26-ന് നടത്തണം എന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ ചില പത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള മുഖപ്രസംഗം തന്നെ തയ്യാറാക്കി ഈ കൊച്ചിൻ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട പൂരം പ്രശ്നം സംബന്ധിച്ച്. തൃശ്ശൂർ പൂരം കേരളം ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പൂരമാണ്. അതൊരു തരത്തിലും മങ്ങലേൽക്കാതെ നടത്തണം എന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല. ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ഹൈക്കോടതി കൊച്ചിൻ ദേവസ്വത്തിനോട് തറവില നിശ്ചയിക്കുന്നത് മാർക്കറ്റ് റേറ്റ് പരിഗണിച്ചുകൊണ്ടാവണമെന്ന നിർദ്ദേശം നൽകുകയുണ്ടായിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, മാർക്കറ്റ് റേറ്റുമായിട്ട് വരുമ്പോൾ തറവില എത്രത്തോളം ആവാം, എത്രത്തോളം ആവരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു തർക്കത്തിലേക്ക് പോവാതെ നടത്തിപ്പുകാരായ ദേവസ്വത്തിൽ നിന്ന്, 2 ദേവസ്വമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അത് തിരുവമ്പാടി അതുപോലെ തന്നെ ഉള്ള ദേവസ്വമാണ്, പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ ഈ തിരുവമ്പാടി ദേവസ്വവും. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കൊച്ചിൻ ദേവസ്വവും അതുപോലെ ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് നല്ല രീതിയിലുള്ള പൂരം നടത്താൻ ഉതകുന്ന രീതിയിലുള്ള നിലപാട് ചർച്ച നടത്തി ആശങ്കകളില്ലാതെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാനാവണം എന്നാണ് പാർട്ടിയുടെ നിലപാട്. ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമിക്കും. ആ തരത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇവരുടെ എല്ലാം യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് പൂരം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള യോജിച്ച പരിപാടിയിലേക്ക് ആവണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. ഗവർണറുടെ എടുക്കുന്ന നിലപാട് ശരിയായ നിലപാടല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ആ കാര്യം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ കൂടി പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. അത് ഇതൊക്കെ ഓരോരോ ആവശ്യമായിട്ട് ഓരോ സംസ്ഥാനത്തിലും വരുന്നുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെടുക്കുന്ന നിലപാടുകൾ അവരെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അയച്ചിട്ടുണ്ട്. അത് ചോദിക്കാൻ അവകാശമില്ല. നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് അതിലേ പറയുന്നത്. നടപടി നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ആദ്യമായിട്ടില്ല ഈ കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾ നടപടി ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കി നടപടി എടുക്കാം. നിയമവഴി, എല്ലാറ്റിനും നിയമവഴിയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വഴികളും നമുക്ക് തേടാം.
കാരണം ഇത് ഓരോരോ പുതിയ എക്സ്പീരിയൻസാണ്. ഗവൺമെൻറ്, അതായത് നിയമസഭ നിയമം പാസ്സാക്കി, വർഷമായി ആ പാസ്സാക്കിയത് ഗവർണർ ഒപ്പിടുന്നില്ല. അപ്പോൾ ഗവർണർ ഒപ്പിടുന്നില്ല എന്നുള്ള പ്രശ്നം കോടതിയുടെ മുമ്പിൽ വന്നു. കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ഗവർണർ അത് പ്രസിഡന്റിൽ അയച്ചു, രാഷ്ട്രപതിക്ക് അയച്ചു. അങ്ങനെ അയച്ച ഒരു ബില്ലിൻ്റെ വ്യവസ്ഥക്ക് അകത്തു നിന്നല്ലാതെ പഴയ അധികാരം ചാൻസലർക്ക് നൽകിയ പശ്ചാത്തലം വെച്ച് ഇപ്പോഴും അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ല, ബില്ല് പാസ്സാകാതിരിക്കുന്നതുകൊണ്ട് ബില്ല് പാസ്സാക്കിയല്ലോ, ധാർമ്മികമായിട്ട് ബില്ല് പാസ്സാക്കിയല്ലോ. ആ പാസ്സാക്കിയത് ഗവർണർ അംഗീകരിക്കണം. ഗവർണർ അംഗീകരിക്കാതെ നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായിട്ട് സുപ്രീം കോടതി സൂചിപ്പിച്ചല്ലോ. ആ സൂചിപ്പിച്ചപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പ്രസിഡന്റിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ്. അതിനെ ശക്തിയായ രീതിയിൽ എതിർത്ത് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. എത്തിക്കും, എന്ത് സംശയമുള്ളത്? ഈ കാര്യമെല്ലാം കോടതിയുടെ മുമ്പിലേക്ക് വരും, തീർച്ചയായിട്ടും വരും. അയ്യോ അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. അവരെവിടെ പോയിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്, എല്ലായിടെയും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, എല്ലായിടെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാൻ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കേരളത്തിലുടനീളം തല്ലുണ്ടാക്കുകയാണ്, തല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തല്ലി ഇവിടെ തല്ലി എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളൂ? അവരെ പരിപാടി തന്നെയാണ്. അവർ കരിങ്കൊടിയല്ല പറഞ്ഞിട്ടുള്ളത്, തല്ലാണ്. ഞാനതിനെ സംബന്ധിച്ച് ഒന്നും ഇപ്പം പറയുന്നില്ല. തല്ലായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ തല്ലുന്നത് സഹിച്ചോളൂ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ. അതായത് തല്ലുക എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റക്ക് തരൂല്ലോ. തല്ലലാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഒരു പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തല്ലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ അപ്പുറവും ഇപ്പുറവും സഹിച്ചോളൂ എന്നുള്ളത് വേറെന്താ കാര്യം? അതിൻ്റെ അതിൻ്റെ കൂടപ്പുറപ്പാണ്. അതായത് തല്ലി തോപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. തല്ലിൽ ആരാണ് തോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ചില പത്രങ്ങൾ പറയുന്നുണ്ട് അത് തല്ലിയാൽ ജയിക്കാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് ആണെന്ന്. അത് നമുക്ക് ഭാവിയിൽ കണ്ടു നോക്കാം എന്ന് മാത്രമേ പറയാം. ഇന്ത്യയിൽ ആരെയെങ്കിലും ഫോണിന് ചോർത്താൻ ബാക്കിയുണ്ടോ? എൻ്റെ നിങ്ങളെല്ലാം ഫോൺ ചോർത്തുന്നില്ലേ? പിന്നെ KS നേതാവിൻ്റെ ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നം. ഞാനിതാ പറയുന്നത്, കേരള പോലീസായാലും ഏത് പോലീസായാലും തിരക്കിട്ടില്ല, ഇന്ത്യയിലെ എല്ലാ ഫോണും ചോർത്തുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ഫോൺ ഉൾപ്പെടെ എല്ലാം ചോർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക ടെക്നോളജി തന്നെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് BJP ഗവൺമെൻറ്. അതെല്ലാവർക്കും പറയുന്നതാണല്ലോ, ഇസ്രയേൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. പറഞ്ഞു ഇല്ല, കേരള സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കേരള സർക്കാരുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിക്കും. ആയിക്കോട്ടെ കാണിക്കുന്ന ഒരു പ്രശ്നവുമില്ല. ഇല്ല, മറ്റാരും ഒരു അക്രമം നടത്തുന്നില്ല. എല്ലാം അവർ തമ്മിൽ തന്നെയാണ് പ്രശ്നം. അത് യൂത്ത് കോൺഗ്രസ്സുകാരും പ്രഖ്യാപിത നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള അടിയും തടയുമാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ചോദിക്കണം എവിടം വരെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് VD സതീശനോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ലെ സതീശൻ പറയട്ടെ, ഇന്ന അടി ശരി, ഇന്ന അടി തെറ്റ്, അല്ല ഇന്ന മേഖലയിലെ അടി ശരി, ഇന്ന മേഖലയിലെ അടി തെറ്റ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അടി അങ്ങോട്ടും ഇങ്ങോട്ട് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് സഹിച്ചോളൂ, അത്രയേ ഉള്ളൂ. ഒരു പ്രശ്നമല്ല, ഒരു ഭീഷണിയില്ല. അഹമ്മാതിരി ഭീഷണി ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനത്തെ ഒരു ഭീഷണിയും കേരളത്തിലെ നവകേരള സദസ്സിനില്ല. അതുകൊണ്ട് ഇവിടെ എന്തോ അട്ടിമറിച്ചുകളി എന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും അവിടെ മനസ്സിലല്ലാണ്ട് അത് അവിടെയാണ്, വേറെ അടി നടക്കില്ല. അങ്ങനെയാണ് അത് അവർ കണ്ടുപിടിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസും പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് മുട്ട എടുത്തിട്ട് അതിൻ്റെ അകത്ത് മറ്റ് വള്ളിയും അതിൻ്റെ മഞ്ഞയെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് നിറക്കുക. അതൊക്കെ അതാണ് ബോംബായിട്ട് മാറുന്നത് കേട്ടാ. ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. ഇത് കൊല്ലാനുള്ള ബോംബ്, ഇത് ഭയപ്പെടുത്താനുള്ള ബോംബ്, ഇത് പരിക്കേൽപ്പിക്കാനുള്ള ബോംബ്, ഇത്
വേറെ ഒന്നും ചെയ്യില്ല, പുക മാത്രമുള്ള ബോംബ് എന്നത് DCC ഓഫീസിൻ്റെ മേലെ പ്രത്യേകമായി പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത കാര്യം നന്നായിട്ട് മനസ്സിലാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ. അതൊന്നും ഞങ്ങൾ മറന്നുപോയി എന്ന് ധരിക്കണ്ടേ. ഇപ്പം മുട്ടിയെ തുടങ്ങിയിട്ടുള്ളൂ. ആ മുട്ട യൂത്ത് കോൺഗ്രസ്സുകാരോട് മുട്ടിയാക്കാനാണ് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ ബോംബാക്കാൻ പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആയുധം വെച്ച് പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ ഗവൺമെൻറ്റിനെയോ ഭീഷണിപ്പെടുത്തി അവസാനിപ്പിക്കാനാവുമെന്ന് ആരെങ്കിലും, വി ഡി സതീശനോ ഇനി സുധാകരനോ ആരെങ്കിലും ധരിക്കുന്നത് അവർ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലല്ല എന്നേ അതിന് മറുപടിയുള്ളൂ. അത്രയേ ഉള്ളൂ. എവിടെ അറിയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞത്. ഞാനില്ല MLA ആയപ്പോൾ എൻ്റെ കയ്യിൽ അടിച്ച് പൊളിച്ചിട്ടില്ലേ? അതിലെന്ത് വലിയ അത്ഭുതമുള്ളത്? ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് കണ്ണൂർ മറ്റേ SP ഓഫീസിൻ്റെ മുമ്പിൽ എന്നെയൊക്കെ അടിച്ച് താഴത്ത് ഇട്ടത്. അന്ന് എൻ്റെ പേര് അബ്ദുള്ള കുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ പി കരുണാകരൻ ഉണ്ടായിരുന്നു. എൻ്റെ കൈ ഇപ്പോൾ ഈ വളഞ്ഞ കൈ അതുകൊണ്ടാണ്, കൈ അടിച്ച് ചെറിപ്പോയതാണ്. അമ്മാതിരി കാര്യങ്ങൾ MLA ആയാലും ഇതിൻ്റെ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും സ്വാഭാവികമായിട്ടും പരിക്കൊക്കെ സംഘർഷം എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല. സംഘർഷമല്ല, വി ഡി സതീശൻ തന്നെ പറയുന്നത് കടന്നാക്രമിക്കുന്നതാണ്, ആക്രമണമാണ്. സംഘർഷം എന്ന് പറയുന്നത് അതല്ല. സംഘർഷം എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെടുമ്പോഴാണ് സംഘർഷം. ഈ സംഘർഷത്തിൻ്റെ കാര്യമല്ല, ഏകപക്ഷീയമായ അക്രമമാണ്. സമാധാനിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് സ്കൂൾ നാട് സമാധാനിപ്പിക്കാൻ പോവുക. അതെ, എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. ഞാൻ 1600 ഇപ്പോൾ കോടതി പറയുന്ന പോലെ 1600 കൊടുക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, 2500 കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. തരാതെ ഈ കൊടുക്കാൻ കഴിയാത്തത് കേന്ദ്ര ഗവൺമെൻറ് ഈ പണം തരാതെ കൊണ്ടാണ്. 57,000 കോടി രൂപയും കടം വാങ്ങാനുള്ള ശേഷിയും വർദ്ധിപ്പിച്ചാൽ 2500 വർദ്ധിപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനം. അപ്പോൾ ജഡ്ജിയോട് എനിക്കൊന്നും പറയാനില്ല, ഇതാ കാര്യം മാത്രം പറഞ്ഞു. ഒരു സംഘർഷമില്ല. കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചിലയാൾ ശ്രമിക്കും, അതവിടെ ചായ കോപ്പയിലെ അറിയില്ലേ, ആ പ്രശ്നത്തോടെ അവസാനിക്കും. വേറെ ഒന്നുമില്ല. അതുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അത് ഈ തീരുമാനം അതെല്ലാം മുഖ്യമന്ത്രിയുടെ വകുപ്പപ്പെട്ടതാണ്, നമ്മൾ പറയേണ്ടത്. ഗവർണറുടെ പോകാനാ? ഗവർണർക്ക് ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാൻ കഴിയാതിരിക്കാൻ പറ്റില്ലല്ലോ. കഴിയുന്നില്ല, പിന്നെ ഗവർണറില്ലല്ലോ. ഒരു പ്രശ്നമില്ല എന്ന് വെറുതെ പറയുന്നില്ലേ. പ്രശ്നം ഇവരുണ്ടാക്കുന്നല്ലേ, ഇവർ തന്നെ ഉണ്ടാക്കുക, ഇവർ തന്നെ അത് പ്രചരിപ്പിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ വിരുദ്ധമായ ഒന്നിനെയും ഞങ്ങൾ അംഗീകരിക്കില്ല, എന്നാൽ ജനാധിപത്യപരമായ എല്ലാറ്റിനെയും അംഗീകരിക്കും. അത്രയേ ഉള്ളൂ. ശരി.